തൽക്കാലം നവീനോടും സിത്താരയോടും നമ്മൾ ഇക്കാര്യം പറയുന്നില്ല. ആദ്യം നമ്മൾ വീട്ടിലേക്ക് പോകുന്നു. എന്താ? അത് മതി. ദേ നോക്കി, അമ്മേനെ അടുത്തുനിന്ന് മാറില്ല കേട്ടോ. അമ്മ നോക്കിക്കോളാം എന്റെ ഈ കുട്ടിയെ. എന്താ മോളെ? മമ്മി, 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 മമ്മി. എന്താ സിനി ഇത്? അറിയില്ല മാം. മമ്മി, മമ്മി. എന്താ മോളെ? എന്താ? മമ്മി എന്താ ടെൻഷനായോ? പിന്നല്ലാതെ, നിന്റെ വിളി കേട്ടപ്പോ. അങ്ങനെയൊന്നുമില്ല മമ്മി. ഞാനേ ഒരു യാത്രയുടെ കാര്യം മമ്മിയുടെ അടുത്ത് ചോദിക്കാൻ നിൽക്കായിരുന്നു. യാത്രയോ? എങ്ങോട്ട്? ആഹാ, അല്ല മമ്മി, തൽക്കാലം 1-2 മാസം എവിടേക്കെങ്കിലും ഒന്ന് മാറി നിന്നാലോ എന്ന് ആലോചിക്കായിരുന്നു. അത് നല്ല കാര്യം മോളെ. പക്ഷേ ഒരു കുഴപ്പം, മൊത്തം കൺഫ്യൂഷനാ. ഞാനേ ഒരു യൂറോപ്യൻ ട്രിപ്പാ പ്രിഫർ ചെയ്യുന്നത്. പക്ഷേ അതെങ്ങനെയാണെന്ന് ഒരു ഐഡിയ കിട്ടുന്നില്ല. ഇഷ്ടംപോലെ പാക്കേജസ് ഒക്കെ ഉണ്ട്. നമുക്ക് പ്രൈവറ്റ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും പോവാം. പക്ഷെ ഒരു തീരുമാനത്തിൽ എത്താൻ പറ്റുന്നില്ല. മോള് തന്നെ സെലക്ട് ചെയ്യേ. കുറച്ചു നാൾ നിൽക്കേണ്ടതല്ലേ. അപ്പോ മോൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് തന്നെ പോ. എങ്കിൽ പെട്ടെന്ന് യാത്രയ്ക്കുള്ള ഏർപ്പാട് നടത്താം അല്ലേ മാം? അതെന്താ എന്നെ പെട്ടെന്ന് യാത്രയേക്കാൻ സിനിച്ചേച്ചിക്ക് ഇത്ര തിടുക്കം? ഏയ്, ഗാഥ മാഡം ഇപ്പോ അല്പം ടെൻഷനിലാണല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. ഓക്കെ, സ്ഥലം ചൂസ് ചെയ്യാം. പക്ഷേ ഇങ്ങനെയുള്ള യാത്രയ്ക്ക് തയ്യാറാവുമ്പോ ഇതിന് ഇത്ര തയ്യാറാവേണ്ടത് എന്താ? നീ ഫോറിൻ ട്രിപ്പ് ഒക്കെ പോയിട്ടുള്ളതല്ലേ? മമ്മി, അതിന് ഞാനിപ്പോ തനിച്ചല്ലോ, നവീനും കൂടെ വേണ്ടേ? നവീനോ? പിന്നല്ലാതെ ഞാൻ തനിച്ചിനിയൊരു യാത്ര പോവാനോ? അതൊന്നും ഒരിക്കലും ശരിയാവില്ല. നമ്മൾ സ്ഥലമൊക്കെ ഫിക്സ് ചെയ്തിട്ട് നമുക്ക് നവീനെ വിളിച്ച് സംസാരിക്കാം. പിന്നെ എന്റെ നവീന്റെ യാത്രയുടെ ഫുൾ ചെലവും മമ്മി സ്പോൺസർ ചെയ്യണം, കേട്ടല്ലോ? അതൊക്കെ ചെയ്യാം. പിന്നെ സിനിച്ചേച്ചി, ലൈഫിൽ ഒരിക്കലെങ്കിലും യൂറോപ്പിലൊന്നും പോണം. എന്തെങ്കിലും പോവാൻ ഉദ്ദേശമുണ്ടെങ്കിൽ സ്ഥലങ്ങളുടെ ഒരു ലിസ്റ്റ് തന്നെ ഞാൻ തരാം. കണ്ടാൽ ഒരിക്കലും മതി വരാത്ത സ്ഥലങ്ങളാ. ആയിക്കോട്ടെ മാം. മമ്മി എന്തേ ആലോചിക്കുന്നേ? നവീനോട് മമ്മി സംസാരിക്കില്ലേ? ഞാൻ സംസാരിക്കാം. സംസാരിക്കുക എന്നല്ല, സംസാരിക്കുന്നു, പ്രശ്നങ്ങളൊക്കെ തീർക്കുന്നു. ഒന്നിച്ചൊരു യാത്രയ്ക്ക് പോയി കഴിയുമ്പോ എല്ലാം അവസാനിക്കുന്ന പറയാറ്. അത്രേ ഉള്ളൂ. ബാക്കി ഞാൻ കൈകാര്യം ചെയ്തോളാം. നോക്കാം.